നമസ്കാരം, ഷെറി തിരുവല്ലയാണ്. ഇന്ന് ഞാനൊരു വെടിക്കെട്ട് ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, പാവയ്ക്ക ഫ്രൈ. നല്ല കറുമുറയായിട്ട് വറുത്തെടുത്ത പാവയ്ക്ക ഫ്രൈ. ഇതിനു മുമ്പ് നമ്മളെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനാണ് ഈ പാവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവയ്ക്ക അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവയ്ക്ക നമ്മൾ നേരെ നെടുകെ കീറിയിട്ടാണ് നമ്മൾ പാവയ്ക്ക അരിയുന്നത്. ഏകദേശം ഒരു 800 പേരുടെ വർക്കായിരുന്നു. അതിന് നമ്മൾ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് അരിയുന്നത് എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയ്ക്കകത്തൂടെ കാണിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ പാവയ്ക്ക അരിഞ്ഞൊരു ചെമ്പിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. 800 പേരുടെ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ചെമ്പിൻ്റെ അകത്ത് പാവയ്ക്ക അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടൊക്കെയാണ്. ഈ 2 ഐറ്റമാണ് നമ്മൾ പാവയ്ക്ക അരിഞ്ഞ പാവയ്ക്കായിലേക്ക് നമ്മൾ ഇടുന്നത്. മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം. അത് കഴിഞ്ഞ ശേഷം നമ്മളിപ്പം നമ്മൾ ഗ്യാസൊക്കെ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വിറകടുപ്പയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വിറകടുപ്പെല്ലാം കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളൊരു ചെമ്പ് വെച്ചിരിക്കുകയാണ്. ചെമ്പിലേക്ക് നമ്മൾ ഓയിൽ, അതിന് വേണ്ട 800 പേരുടെ പാവയ്ക്ക വറുത്തെടുക്കാനുള്ള ഓയിൽ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഓയിൽ നല്ലപോലെ തിളച്ച് വരണം. നമ്മുടെ വിറക് ആയതുകൊണ്ട് തന്നെ നല്ല വിറകാണ്, അതുകൊണ്ട് തന്നെ നല്ല തീയുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഓയിൽ തിളച്ച് വരും. ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ പാവയ്ക്ക നല്ലപോലെ ഇളക്കുക. ഈ 2 ഐറ്റങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. നല്ലപോലെ ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ വീഡിയോ ഇട്ടപ്പം ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൊടി പാവയ്ക്കകത്ത് ചേർക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. എനിക്കറിയില്ല പാവയ്ക്കകത്ത് മഞ്ഞപ്പൊടി ചേർത്താൽ എന്താ കുഴപ്പമെന്ന്. ഇപ്പം നല്ല പോലെ നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ പെരണ്ട് വന്നിരിക്കുകയാണ്. മഞ്ഞപ്പൊടിയെല്ലാം ഇപ്പം നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരു കളറും കാര്യങ്ങളൊക്കെ നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് വെച്ചതിലായിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എണ്ണ തിളച്ച്, അപ്പോൾ അതിലേക്ക് നമ്മൾ പാവയ്ക്ക ഇപ്പോൾ ഇട്ട് തിളച്ച ഓയിലിൻ്റെ അകത്തേക്ക് നമ്മളിപ്പം പാവയ്ക്ക ഇട്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നല്ല പോലെ ഓയിൽ തിളച്ച് നമ്മുടെ പാവയ്ക്ക അതിലേക്ക് ഇട്ടുമ്പോൾ പത പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. നല്ല പോലെ തിളച്ചിരിക്കുക. വിറകടുപ്പയിലായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല തീയാണ്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഓയിലിന് അതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്ന ഓയിലിന് ആവശ്യത്തിനുള്ള പാവയ്ക്ക നമ്മളിട്ട് നമ്മൾ ഇനി അത് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട ഇനി എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി ചേർക്കുന്നത് തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ കീറിയതുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ പാവയ്ക്ക വറുത്ത് കോരാൻ നേരത്താണ് നമ്മൾ ഇടുന്നത്. അതുപോലെ തന്നെ വറ്റലമുളക്, അതായത് ഉണക്കമുളക്. ഇത്ര ഐറ്റങ്ങളാണ് നമ്മളിട്ട് ഇതിൻ്റെ അകത്ത് കോരുന്നത്. ഇപ്പം നമ്മുടെ പാവയ്ക്ക നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കോരുന്നതിന് മുമ്പ് തന്നെ വറ്റലമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിരിക്കുകയാണ്. ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ഇനിയിപ്പോൾ കോരുകയാണ്. ഇപ്പം നല്ല പോലെ സാധനം പാവയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. പാവയ്ക്ക നല്ല കളറോടും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റലമുളകൊക്കെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കോരി നമ്മളൊരു അടപ്പിൻ്റെ മണ്ടയ്ക്കേക്കായിരിക്കും ഈ ഒരു പാവയ്ക്ക ഇടുന്നത്. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക, പാവയ്ക്ക അരിഞ്ഞത്. അതിന് ശേഷം നമ്മൾ തിളച്ച് വന്ന ഓയിലിലേക്ക് ഈ ഒരു പാവയ്ക്ക ഇടുക. ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞതും, അതിനുശേഷം നമ്മൾ പാവയ്ക്ക വറുത്ത് കോരുന്ന സമയത്ത് വറ്റലമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കോരിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമ്മുടെ പേജിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റമാണ്.